أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولئك يجزون الغرفة بما صبروا ويلقون فيها تحية وسلاما خالدين فيها حسنت مستقرا ومقاما. قل ما يعبأ بكم ربي لولا دعاؤكم فقد كذبتم فسوف يكون لزاما. صدق الله العظيم. ഉലായിക അക്കൂട്ടർ യുജ്സൗന പ്രതിഫലം നൽകപ്പെടുന്നു. അൽ ഗുർഫത്ത മണിമേട അല്ലെങ്കിൽ ഉന്നത നിലവാരമുള്ള വീട് എന്നർത്ഥം. ബിമാ സബറു അവർ ക്ഷമിച്ചതിൻ്റെ അഥവാ അവർ സബറ് കൈക്കൊണ്ടതിൻ്റെ പേരിൽ. വയുലഖൗന ഫീഹ അവിടെ അവർ കണ്ടുമുട്ടപ്പെടുന്നു അഥവാ അവർ സ്വീകരിക്കപ്പെടുന്നു. തഹിയ്യതൻ വസലാമ അഭിവാദ്യത്താലും സലാമിനാലും അഥവാ സമാധാനത്താലും അല്ലെങ്കിൽ സമാധാനാശംസകളാലും എന്നർത്ഥം. ഖാലിദീന ഫീഹ അതിലവർ സ്ഥിരവാസികളായ നിലയിൽ. ഹസുനത് മുസ്തഖറൻ വ മുഖാമ ഹസുനത് വിശിഷ്ടമായിരിക്കുന്നു, നന്നായിരിക്കുന്നു. മുസ്തഖറൻ താമസസ്ഥലം എന്ന നിലക്ക്, മുഖാമ നിൽക്കുന്നിടം എന്ന നിലക്കും, അഥവാ രണ്ടും ഒന്ന് തന്നെയാണ്. വാസസ്ഥലം എന്ന നിലക്കും നിൽക്കുന്നിടം എന്ന നിലക്കും വളരെ വളരെ വിശിഷ്ടമായതാണത്, അല്ലെങ്കിൽ എത്ര വിശിഷ്ടമായത് എന്നൊക്കെയാണ് അർത്ഥം. ഖുൽ നബിയെ താങ്കൾ പറയുക, മാ യഅബൗ ബിക്കും നിങ്ങളെ പരിഗണിക്കുകയില്ല. അബ് എന്ന് പറഞ്ഞാല് കനം എന്നാണ് അർത്ഥം. കനപ്പെട്ടതായി അഥവാ പരിഗണനാർഹമായി കാണുകയില്ല എന്നർത്ഥം. റബ്ബി എൻ്റെ റബ്ബ്, ലൗലാ ദുആഉക്കും നിങ്ങളുടെ പ്രാർത്ഥനയില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിളിയില്ലെങ്കിൽ. ഫഖദ് കസ്സബ്തും നിങ്ങൾ കളവാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ തള്ളിപ്പറഞ്ഞിരിക്കുന്നു. ഫസൗഫ പിന്നീട് യകൂനു ലിസാമ അത് അനിവാര്യമായി തീരും. ഏത്? തുടക്കത്തിൽ പറഞ്ഞ ശിക്ഷ, അല്ലെങ്കിൽ ശിക്ഷ അനിവാര്യമാക്കുന്നതായി, ശിക്ഷപ്പെടാൻ കാരണം അനിവാര്യമാക്കുന്നതായി തീരും എന്നാണ് അർത്ഥം. ഫസൗഫ യകൂനു ലിസാമ അതിനാൽ ഉടനെ അല്ലെങ്കിൽ പിന്നീട് അത് അനിവാര്യമാക്കുന്നു. സൂറത്തിന്റെ അവസാനമാണല്ലോ. അതില് മുകളിൽ പറഞ്ഞ ഇബാദുർ റഹ്മാനിന്റെ സവിശേഷതകൾ അതുള്ളവരെയാണ് ഉലായിക്ക എന്ന് പറഞ്ഞത്. അനന്തര തലമുറകളിൽ നിന്ന് കൺകുളിർമ ലഭിക്കണമെന്നും തങ്ങൾ മുത്തഖികൾക്ക് മാതൃകയാക്കാൻ പറ്റുന്നവരാകണമെന്നും ഒക്കെ പ്രാർത്ഥിച്ച ആളുകൾ, അവർക്ക് പ്രതിഫലം നൽകപ്പെടും. അഥവാ അവർ അള്ളാഹുവിനോട് ചോദിക്കുകയാണ് അവർക്കെന്താ വേണ്ടത് എന്നത്. അതുകൊണ്ട് അള്ളാഹു അവരെ പരിഗണിക്കുകയും ചെയ്യും. എങ്ങനെ? വളരെ ഉന്നതമായ സ്വർഗത്തിൽ. അതിലെ താമസ സ്ഥലത്തിന്റെ അടയാളം പറഞ്ഞതാണ് ഗുർഫത്ത് എന്ന് പറഞ്ഞത്. വലിയ ആഡംബരമുള്ള, നമ്മൾ സ്വീറ്റ്, ഫ്ലാറ്റിന്റെ അപ്പുറത്ത് സ്വീറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയാണ് ഗുർഫത്ത്. എന്തുകൊണ്ടാണ് അത് നൽകുന്നത്? ബിമാ സബറു അവർ ക്ഷമിച്ചത് കൊണ്ടാണ്. മുകളിൽ പറഞ്ഞ വിഷയങ്ങളെല്ലാം ക്ഷമ വൻതോതിൽ ആവശ്യമുള്ള കാര്യമാണ്. വിനയാന്വിതമായി നടക്കണമെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് തുടങ്ങി എല്ലാ കാര്യങ്ങളും, അഥവാ അഹങ്കാരമൊക്കെ തോന്നുമ്പോൾ അതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തി അങ്ങനെയാണ് വിനയാന്വിതരായി നടന്നത്.
അതുപോലെ ജാഹിലുകൾ അവരോട് സംസാരിക്കാൻ ചെന്നപ്പോൾ സലാം പറഞ്ഞത് അല്ലെങ്കിൽ സമാധാനത്തിൽ പിരിഞ്ഞത് അത് ക്ഷമിച്ചത് കൊണ്ടാണ്. ഉറക്കിനോട് ക്ഷമ, ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് സുജ്ജതൻ വ ഖിയാമൻ ആയത് ക്ഷമ കൊണ്ടാണ്. ബാക്കിയുള്ളവര് ആസ്വദിക്കുന്ന സമയത്ത് പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂടിയത് ക്ഷമ കൊണ്ടാണ്. പിന്നെ അവരുടെ പ്രാർത്ഥന പറഞ്ഞു. പിന്നെ ഇൻഫാഖിന്റെ ഇടയിൽ ഇസ്രാഫിലേക്ക് പോകാതെ അവർ ക്ഷമിച്ചതാണ്. പിശുക്കാതെയും അവർ ക്ഷമിച്ചതാണ്. പിന്നെ പറഞ്ഞതും കൊല്ലാതിരുന്നത്, അത് തൗഹീദ് അവർ ക്ഷമിച്ചതിന്റെ ഫലമാണ്. അതുപോലെ കൊല്ലാതിരുന്നത് ക്ഷമിച്ചത് കൊണ്ടാണ്. വ്യഭിചാരത്തിലേക്ക് പോകാതിരുന്നത് അതും സബർ കൊണ്ടാണ്. അതുപോലെ കള്ളത്തിന് സാക്ഷി നിൽക്കാതിരുന്നത്, അതിന്റെ പേരിലുണ്ടാകുന്ന എതിർപ്പുകളും ഒക്കെ ക്ഷമിച്ചത് കൊണ്ടാണ്. അതുപോലെ ലഹവുകളിലേക്ക് ആകർഷിക്കപ്പെട്ടപ്പോഴും അവർ ക്ഷമിക്കുകയായിരുന്നു. ഇങ്ങനെ എല്ലാ ഗുണങ്ങളുടെയും അടിത്തറയായിട്ട് പരിശുദ്ധ ഖുർആനിൽ സബർ എന്ന് പറയുന്നത് ഒരു മഹാ പ്രതിപാദ്യമാണ്. മർഹൂം യൂസുഫുൽ ഖർലാവിക്ക് അസ്സബ്റു ഫിൽ ഖുർആൻ എന്ന ഒരു ഗ്രന്ഥം തന്നെയുണ്ട്. അതെല്ലാം കൂടി ചുരുക്കിയാണ് ഇവിടെ പറയുന്നത്. അവർക്ക് സ്വർഗം കൊടുക്കുന്നത് സബർ കൊണ്ടാണ്. വയുലഖൗന ഫിഹാ തഹിയ്യത്തൻ വസ്സലാമ, അവരവിടെ സ്വീകരിക്കപ്പെടുന്നത് വലിയ ആദരവോടുകൂടിയാണ്, വലിയ പരിഗണനയാണ് ഉണ്ടാകുക. എല്ലാവരും, മലക്കുകൾ എല്ലാ വാതിലുകളിൽ നിന്നും അവരുടെ അടുത്ത് പ്രവേശിക്കും സലാം പറഞ്ഞുകൊണ്ട് എന്നൊക്കെ ഖുർആൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ. തഹയ്യത്തുഹും ഫീഹാ സലാം എന്ന് പറഞ്ഞത് കാണാൻ കഴിയും. മലക്കുകൾ സലാം പറയും, അള്ളാഹു സലാം പറയും, മുഅ്മിനുകൾ തമ്മിൽ തമ്മിൽ സലാം പറയും. ഇതൊക്കെയാണ് യഖൗന ഫിഹാ തഹിയ്യത്തൻ വസലാമ എന്ന് പറഞ്ഞത്. എന്നേക്കുമായിട്ടാണ്. ഖാലിദീന ഫിഹാ, അവര് തൽക്കാലത്തേക്ക് ഉറഫത്തിൽ സ്വീകരിക്കപ്പെടുകയല്ല, പിന്നെ സ്ഥിരമായിട്ട് അവിടെയാണ് പാർക്കുക. ഹസനത്ത് മുസ്തഖറൻ വ മുഖാമ, എത്ര നല്ല താമസ സ്ഥലവും ആവാസ കേന്ദ്രവുമാണത് എന്നാണ് ഒരു അത്ഭുതം പ്രകടിപ്പിക്കാൻ പറയുന്നത് പോലെയുള്ള ഒരു വർത്താനാണ്. അവർക്ക് കിട്ടിയത് എത്ര മെച്ചമാണ് എന്നർത്ഥം. കാരണം ഇവിടെ അവരൊക്കെ ക്ഷമിക്കുകയായിരുന്നു. അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നത്, സൂറത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അതിലേക്ക് മടക്കുക. മിക്കവാറും സൂറത്തുകളൊക്കെ അവസാനം പറയുന്ന കാര്യം ആദ്യം പറയുന്ന കാര്യത്തിന്റെ ഒരു തീർച്ചയുള്ളതായിരിക്കും. തുടക്കത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞു, തബാറക്കല്ലദീ നസ്സലൽ ഫുർഖാന, അതുപോലെ അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് എന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെ പരിഗണിക്കാതെ നിഷേധികൾ ചെയ്യുന്ന കാര്യം പറഞ്ഞു. വത്തഖദു മിൻ ദൂനിഹി ആലിഹത്തൻ, അവനെ കൂടാതെ അവർ ദൈവങ്ങളെ സ്വീകരിച്ചു. ലാ യഖ്ലഖൂന ഷൈഅൻ വഹും യഖ്ലഖൂൻ, സൃഷ്ടികളായ ഒന്നിനെയും സൃഷ്ടിക്കാത്ത, സ്വന്തത്തിന് പോലും ഉപകാരോപദ്രവവും ചെയ്യാത്ത. പിന്നെ ഖുർആനിനെ കുറിച്ച് അവർ പറഞ്ഞു, ഇക്കുൻ ഇഫ്തറാഹു, കെട്ടിച്ചമച്ച ഒരു കെട്ടുകഥയാണിത് എന്ന് പറഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതിലേക്ക് ചേർത്തുകൊണ്ട് അതേ ആളുകളോട്, അതൊക്കെ ചെയ്തവരോട് പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നത്. ഖുൽ, നബിയെ പറഞ്ഞേക്കൂ, മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, എന്തുകൊണ്ടാണ് വിശ്വാസികൾക്ക് ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ നിഷേധികളെ പരിഗണിക്കാത്തത്? നിഷേധികളുടെ നിലപാടുകൾ ഒരുപാട് പിന്നെയും എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇവർക്ക് ഉറഫാത്ത്, പിന്നെ അമീനുൻ, അല്ലെങ്കിൽ പിന്നെ ഉർഫത്ത് ഇസൗനൽ ഉർഫത്ത, അതുപോലെ തഹിയ്യത്തൻ ബസലാമ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിഷേധികളെ എന്താണ് പരിഗണിക്കാത്തത് എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതിന്റെ കൂടി ഉത്തരവുമായിട്ടാണ് ഇത് പറയുന്നത്. മാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ വിളി, നിങ്ങളുടെ ആരാധന, ഇതൊക്കെ ദുആ എന്നതിന്റെ വിവക്ഷയായിട്ട് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആരാധനയിൽ മികച്ചു നിൽക്കുന്ന കാര്യം ദുആ ആണ്. അതുകൊണ്ട് ബഅ്ള് പറഞ്ഞ് കുല്ല് ഉദ്ദേശിക്കുക എന്ന ഒന്നുണ്ട് ബലാഗയിൽ.
നമ്മൾ ഒരു 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 വറ്റ് ഞെക്കി നോക്കിയിട്ട് ചോറ് വെന്തു എന്ന് പറയും, മുഴുവൻ വറ്റും നോക്കിയിട്ടില്ലല്ലോ. എന്നതുപോലെ പ്രാർത്ഥന ഇല്ലെങ്കിൽ, അള്ളാഹുവിനെ വിളിക്കുന്നില്ലെങ്കിൽ, പിന്നെ അവനെ ആരാധിക്കുന്നു എന്നോ അവനെ അനുസരിക്കുന്നു എന്നോ അവനെ റബ്ബായി സ്വീകരിച്ചു എന്നോ പറയുന്നതിനൊന്നും അർത്ഥമുണ്ടാകുന്നില്ല. അല്ല, ദുആ അവനെ മാത്രമേ ഉള്ളുവെങ്കിലോ? നേരത്തെ പറഞ്ഞില്ലേ, വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ. അള്ളാഹുവിനോടാണ് പ്രാർത്ഥന എങ്കിൽ പിന്നെ അവൻ മുഅ്മിനാണ്. അതുകൊണ്ട് മുഫസ്സിറുകൾ അർത്ഥം പറഞ്ഞപ്പോൾ ലൗലാ ദുആഉക്കും എന്നതിനെ ലൗലാ ഇബാദത്തുക്കും എന്ന് പറഞ്ഞവരുണ്ട്, ലൗലാ ഈമാനുക്കും എന്ന് പറഞ്ഞവരുണ്ട്. ഒക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യണില്ലെങ്കിൽ, നിങ്ങൾ അവനോടല്ല പ്രാർത്ഥിക്കുന്നതെങ്കിൽ ഫഖദ് കസ്സബ്തും, നിങ്ങൾ കളവാക്കിയിരിക്കുന്നു. മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന, ഇലാഹായി സ്വീകരിക്കുന്ന ആളുകൾ പിന്നെ അള്ളാഹു ഉണ്ട്, മക്കാ മുശ്രിക്കുകൾ അങ്ങനെയാണ്, അള്ളാഹു ഉണ്ട്, അവനാണെല്ലാം സൃഷ്ടിച്ചത്, അങ്ങനെ അംഗീകരിക്കണതിനൊന്നും ഒരു കാര്യമില്ല എന്നർത്ഥം. ഫസൗഫ യകൂനു ലിസാമ, നേരത്തെ നിങ്ങളെ താക്കീത് ചെയ്ത അത് അനിവാര്യമാകും എന്നർത്ഥം. എന്ത് അനിവാര്യമാകും? ഇവിടെ ഹസ്നത്ത് മുസ്തഖറൻ വ മുഖാമ എന്ന് പറഞ്ഞു. അതിന്റെ മറുവശം മുകളിൽ വന്നു 66-ാമത്തെ ആയത്തിൽ, ഇന്നഹ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ. നരകം, ഇന്ന അദാബഹ കാന ഖറമ ഇന്നഹ സാഅത്ത് മുസ്തഖറൻ വ മുഖാമ, അത് അനിവാര്യമാക്കുമെന്നാണ് ഇവിടെ പറഞ്ഞത്. ഫസൗഫ യകൂനു ലിസാമ, അഥവാ ശിക്ഷിക്കാൻ മതിയായ ന്യായം ആയിത്തീരും നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവനോടല്ലെങ്കിൽ പിന്നെ അനുസരിക്കുന്നത് അവനെ അല്ലെങ്കിൽ അടിമപ്പെടുന്നത് അവനല്ല, റബ്ബായി സ്വീകരിച്ചിരിക്കുന്നത് അവനല്ല. യഥാർത്ഥത്തിൽ നിങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ളത് തന്നെ വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എനിക്ക് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടി മാത്രമാണ് മനുഷ്യരെയും ജിന്നുകളെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞതിൽ നിന്ന് പുറത്തു കടക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്കുള്ള ശിക്ഷ നിങ്ങൾക്ക് അനിവാര്യമാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിന്റെ പഠനം നമ്മിൽ നിന്ന് ധാരാളം പ്രതിഫലം ലഭിക്കുന്ന സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോകുന്ന അബദ്ധങ്ങളും പോരായ്മകളും അവൻ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. തെറ്റുകൾ, ധാരണപ്പിശകുകൾ, അതുപോലെ ഓർമ്മപ്പിശക്, നാക്കുപിഴ, ഇങ്ങനെയൊക്കെ പല അബദ്ധങ്ങൾക്കും സാധ്യതയുണ്ട്. അള്ളാഹു അതെല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന വജലാഅ ഹുസ്നിന വദഹാബ ഹമ്മിന വഗമ്മിന. റബ്ബന ആതിനാ മാ വഅദ്തന അലാ റസൂലിക് വലാ തഖ്സിനാ യൗമൽ ഖിയാമഹ ഇന്നക ലാ തുഖ്ലിഫുൽ മിആദ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.